എൻ ശ്രീകുമാർ, നേതൃമാറ്റം ആഗ്രഹിക്കുന്നവരുണ്ട്. കണ്ണൂർ ലോബിയുടെ അപ്രമാദിത്വം അവസാനിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. CPM സംസ്ഥാന സമ്മേളനത്തിൽ അത്ഭുതങ്ങൾ വല്ലതും സംഭവിക്കുമോ? നോക്കൂ മിസ്റ്റർ നമ്പ്യാർ, അത്ഭുതം സംഭവിക്കുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയിട്ടില്ല. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു പാർട്ടി ആയിരുന്നു CPM. അത് VS അച്യുതാനന്ദൻ്റെ അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതത്തോടുകൂടി അത് നിലച്ചു. ഇപ്പോൾ പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതുപോലെ അങ്ങനെ സംഘടനാപരമായ ബലമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു നേതാവിനെ കേന്ദ്രീകരിച്ച് ആണ് ആ പാർട്ടി ഇന്ന് അവരുടെ സമ്മേളനം നടത്തുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പത്രലേഖകരോട് പറഞ്ഞത് സമ്മേളനത്തിൽ വിമർശനങ്ങളൊക്കെ നടന്നു, മുഖ്യമന്ത്രി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് മാത്രമല്ല, വേറെ വിമർശനങ്ങളായിട്ട് പുറത്തു വന്നത് മുഖ്യമന്ത്രി നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു, പക്ഷേ മന്ത്രിമാർ അതനുസരിച്ച് ഉയരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന ഒരു സമീപനമാണ് CPMൻ്റെ പ്രതിനിധികളടക്കം കൈക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പുതിയതായി രൂപീകരിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അത് ആരൊക്കെയാണ് വരിക എന്നുകൂടി വ്യക്തമായാൽ മാത്രമേ ഈ പാർട്ടിയുടെ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകൂ. അതുകൊണ്ട് അത്ഭുതവും അമ്പരപ്പൊന്നും നമുക്ക് ഇവിടെ ഉണ്ടാകേണ്ട കാര്യമില്ല. പാർട്ടി സമ്മേളനങ്ങൾ കൃത്യമായി നടത്തുന്നതിലും അതിനൊരു ചട്ടക്കൂട് രൂപീകരിക്കുന്നതിലും CPM എന്തായാലും മിടുക്ക് കാണിക്കാറുണ്ട്. അതിൽ യാതൊരു സംശയമില്ല. മറ്റേത് പാർട്ടിയെക്കാട്ടിലും ഭംഗിയായി സംഘടന കൊണ്ടു നടക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ സംഘടന കൊണ്ടു നടക്കുമ്പോൾ വിഭാഗീയത അടിത്തട്ടിലുണ്ട് എന്ന് ആ പാർട്ടിക്ക് ഇന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ വിഭാഗീയത അടിത്തട്ടിലുണ്ട് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് പ്രകടമായതുകൊണ്ടാണ്. എങ്ങനെയാണ് പ്രകടമായത്? ഒളിച്ചു വെക്കാൻ പറ്റാത്ത രീതിയിൽ അത് പരസ്യമായി. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് CPMൻ്റെ പ്രാദേശിക നേതാക്കൾ ചർച്ച നടത്തി. കൊഴിഞ്ഞമ്പാറയിൽ അവർ ബദൽ സമ്മേളനം കൊടി ഉയർത്തി നടത്തി. പല ബ്രാഞ്ച് കമ്മിറ്റികളിലും വിഭാഗീയത രൂക്ഷമായി. ഇതെല്ലാം ചാനലുകളിൽ വന്നു കണ്ടു. അതുകൊണ്ട് അത് ഒളിച്ചു വെക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ വിഭാഗീയത ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പാർട്ടിയെക്കുറിച്ച് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. നേരെ മറിച്ച് പാർട്ടിയുടെ ഉന്നത തലങ്ങളിൽ വിഭാഗീയതയുണ്ടോ എന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ആ ചോദ്യത്തിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗോവിന്ദൻ മാസ്റ്ററിൽ നിന്നും ഉത്തരം പ്രതീക്ഷിക്കുന്നത്. അതായത് പിണറായി വിജയൻ ഇന്ന് മുഖ്യമന്ത്രി അയക്കുന്ന കാലം ഒരു വാഴ്ത്തുപാട്ട് കാലമാണെന്നറിയാമല്ലോ. അപ്പോൾ അത്തരം ഒരു കാലത്ത് ഏതെങ്കിലും ഒരു പ്രതിനിധി മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിക്കാൻ ശ്രമിക്കുമോ എന്ന് ചോദിച്ചാൽ ശ്രമിക്കില്ല എന്നാണ് ഉത്തരം. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പാർട്ടിയുടെ പ്രാണസർവസ്വം എന്നാണ് പാർട്ടി നേതൃത്വം പഠിപ്പിച്ചിരിക്കുന്നത്. പഴയ കാലത്ത് ഇവിടെ ശ്രീ പാണ്ഡ്യാല ഷാജിക്കൊക്കെ അറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഓർഗനൈസേഷണൽ എത്തിക്സ് ഉണ്ടായിരുന്നു. ആ എത്തിക്സ് പ്രകാരം ഒരു വ്യക്തി പറയുന്നതിലല്ല, കൂട്ടായി ശാസ്ത്രീയമായി എടുക്കുന്ന തീരുമാനങ്ങളിലാണ് കാര്യം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ കൂട്ടായി അത് ശാസ്ത്രീയമായി എടുക്കുന്ന തീരുമാനം ഈ പാർട്ടി ഇതുവരെ കൈക്കൊണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കേരള വിഷയമാണെങ്കിലും ഇപ്പോഴുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ UDF കൊണ്ടുവന്ന ആലോചനകൾ അപ്പാടെ എടുക്കുന്നതും ഒക്കെ സംഭവിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവർ പറയുന്ന എന്താണ്? മധ്യവർഗ വിഭാഗത്തിൻ്റെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പോൾ പാർട്ടി ആദ്യം അടിസ്ഥാന വർഗത്തെക്കുറിച്ച് ചിന്തിച്ചു, പിന്നെ തൊഴിലാളി വർഗത്തെക്കുറിച്ച് ചിന്തിച്ചു, ഇപ്പം മധ്യവർഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. നാളെ അവർ സമ്പന്ന വർഗത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. കാരണം അടിസ്ഥാന വർഗത്തെക്കുറിച്ച് ഇപ്പോൾ അവർക്ക് ചിന്തയില്ല. കാരണം AI സിദ്ധാന്തമാണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് പാർട്ടി സെക്രട്ടറി പറയുന്നു. കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പോയിരിക്കുന്നു. രണ്ടാമത് തൊഴിലാളികളുടെ ഒരു പാർട്ടി എന്ന നിലയ്ക്കാണ്. തൊഴിലാളികളുടെ ഒരു പാർട്ടിയുടെ ഭരണമല്ല കേരളത്തിൽ നടക്കുന്നതെന്നും CPIMൻ്റെ നയപരിപാടികൾ നടപ്പാക്കാനുള്ള ഗവൺമെൻറ് അല്ല ഇതെന്നും ഗോവിന്ദ മാഷ് 2 ദിവസം മുമ്പ് പറഞ്ഞു. തൊഴിലാളികളുടെ ഒരു ഗവൺമെൻറ് അല്ലെന്ന് കുറേ കാലം മുമ്പാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് മധ്യവർഗത്തിൻ്റെ കാര്യം. മധ്യവർഗം എന്ന് വെച്ചാൽ ആരൊക്കെയാണ് മിസ്റ്റർ നമ്പ്യാർ? അതിൽ KSRTC ജീവനക്കാർ ഉൾപ്പെടും. അതുപോലെ ശരാശരി ജീവിതം നയിക്കുന്ന എല്ലാവരും ഉൾപ്പെടും. KSRTC ജീവനക്കാരൻ്റെ കാര്യം പാർട്ടി എത്ര കാലമായിട്ട് ഗവൺമെൻറ് നോക്കിയാൽ നമുക്കറിയാമല്ലോ. ഇനി
അവർ ഈ ഗവൺമെൻറ് ഈ സമ്മേളന കാലത്ത് അവർ ഒരു ധനമന്ത്രിയെ പുകഴ്ത്തിയിരിക്കുന്നു. അത് പരസ്യമായി പുകഴ്ത്തി. ഈ ഗോവിന്ദ മാഷ് രഹസ്യമായുള്ള നമുക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പരസ്യമായി പുകഴ്ത്തി ധനമന്ത്രിയുടെ കഴിവിനെക്കുറിച്ച്. അപ്പോൾ ധനമന്ത്രിയുടെ കഴിവിനെക്കുറിച്ച് പുകഴ്ത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ ക്ഷേമ പെൻഷൻ കൃത്യമായി കൂട്ടാത്തതുകൊണ്ട്, ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർ നടത്തുന്ന സമരത്തിലെ ആവശ്യങ്ങൾ പരിഹരിക്കാത്തതുണ്ട്, ട്രഷറിയിലെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട്, സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കമില്ലായ്മ. അപ്പോൾ ധനമന്ത്രി മിടുക്കനല്ല എന്ന് പാർട്ടി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം UDF പ്രതിപക്ഷവും വിമർശകരും പറയുന്ന സാമ്പത്തിക അച്ചടക്കമില്ലായ്മയെ ശരിവെക്കലായിരിക്കും. അപ്പോൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ട സൂത്രമാണ് ധനവകുപ്പ് വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത്. കേരളത്തിൽ ഏറ്റവും അച്ചടക്കമില്ലാതെ പ്രവർത്തിക്കുന്ന ധനവകുപ്പാണെന്ന് വ്യക്തമാണല്ലോ. കാരണം സാമ്പത്തിക അച്ചടക്കം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ധൂർത്ത എന്ന് പറഞ്ഞുകൂടെ വരുന്നത്. നമ്മുടെ ഈ ചില അവർക്കിഷ്ടമുള്ള ചില കേന്ദ്രങ്ങളിൽ ശമ്പള വർധന ഉണ്ടായത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ GST കുടിശ്ശിക കിട്ടാൻ വേണ്ടി കേന്ദ്രത്തിൽ പ്രേമേന്ദ്രൻ എന്ന UDF നേതാവ് വേണ്ടി വന്നല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ മനസ്സിലാക്കുമ്പോൾ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ധനമന്ത്രിയെ പരസ്യമായിട്ട് പോയിട്ട് ഗോവിന്ദ മാഷ പത്രസമ്മേളനത്തിൽ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ധനമന്ത്രിയുടെ പേരെടുത്ത് പറഞ്ഞ് പുകഴ്ത്തിയില്ലെങ്കിൽ ധനവകുപ്പിനെ കുറിച്ച് പ്രതിപക്ഷം പറയുന്ന ആരോപണം ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പം നമ്മൾ 3 കാര്യം ഇവിടെ കണ്ടു. ഒന്ന്, പ്രാദേശിക തലത്തിലുള്ള വിഭാഗീയത, അത് നമ്മൾ TV-യിലൂടെ കണ്ടു, അത് പാർട്ടി അംഗീകരിച്ചു. 2, നമ്മളുടെ വാഴ്ത്തുപാട്ട് കാലത്തുള്ള പാർട്ടിയുടെ നയങ്ങളെക്കുറിച്ച് അത് നമ്മൾ കണ്ടു, അംഗീകരിച്ചു, അത് മധ്യവർഗത്തിൽ എത്തി നിൽക്കുന്നു. 3ാമത് ധനമന്ത്രിയുടെ കാര്യമുണ്ട്. ഇനി എന്താണ് പറയുന്നത്? അവർ ഇപ്പോൾ പറയുന്നത് സെസ് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതായത് ജനങ്ങളിൽ നിന്നും പണം പിരിക്കുക എന്നുള്ളതാണ് എൻ്റെ പച്ച മലയാളം. അങ്ങനെ വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, കൃത്യമായിട്ട് തന്നെ മനസ്സിൽ എൻ്റെ ചിത്രമില്ലെങ്കിൽ പോലും, നയനാർ ഗവൺമെൻറ്റിൻ്റെ അവസാന കാലം, അത് 2000 നയനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവർ കൊണ്ടുവന്ന 2 കാർഡുണ്ടായിരുന്നു. ഒന്ന് റവന്യൂ കാർഡും ഒന്ന് കൺസ്യൂമർ കാർഡും. ഈ 2 കാർഡും അന്ന് പ്രതിപക്ഷം എതിർത്തതാണ്. ആ 2 കാർഡാണ് അന്നത്തെ ഗവൺമെൻറ്റിനെ ചുമപ്പ് കാർഡാക്കി മാറ്റിക്കൊണ്ട് ഭരണം നഷ്ടപ്പെട്ട AK ആന്റണി അധികാരത്തിലേറിയത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പാർട്ടി പിന്നെ പറയുന്ന കാര്യം എന്താണ്? നവകേരളത്തിലേക്കുള്ള പുതുവഴികൾ. അപ്പോൾ നവകേരളത്തിലേക്കുള്ള പുതിയ വഴികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ നവകേരള സദസ്സാണ് വരുന്നത്. നവകേരള സദസ്സ് നടത്തിയത് നവകേരളത്തിലേക്കുള്ള പുതുവഴി അല്ലേ? അങ്ങനെയെങ്കിൽ ആ പുതുവഴിയിൽ, ആ വഴിയിൽ, നവകേരള സദസ്സിൻ്റെ വഴിയിൽ നമ്മൾ കണ്ടത് എന്താണ്? ഒരുപാട് അതിക്രമങ്ങൾ കണ്ടു. മാത്രമല്ല അവർ ഒരുപാട് സദസ്സുകൾ നടത്തി. സാംസ്കാരിക സദസ്സ്, വനിതാ സദസ്സ് ഒക്കെ നടത്തി. അവർ ഒരു സദസ്സ് അവർ നടത്തിയില്ല. അത് ഏത് സദസ്സാണ്? സഹകാരി സദസ്സ്. എന്താണ് സഹകാരികളുടെ പ്രത്യേക സദസ്സ് പിണറായി വിജയൻ നടത്താതിരുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ കരുവന്നൂർ വിഷയം ചർച്ചയ്ക്ക് വരും എന്നുള്ളത് കൊണ്ടല്ലേ? ഇനി അതുപോട്ടെ, ഇന്നിപ്പോൾ ഗോവിന്ദ മാഷ് പാർട്ടിയുടെ അവരുടെ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത് സഹകരണ മേഖലയിലെ നേതാക്കൾ വായ്പ എടുക്കുന്നതിനെക്കുറിച്ച് അറിയണം. അങ്ങനെയാണെങ്കിൽ ആ നവകേരള സദസ്സ് കാലത്ത് സഹകാരി സദസ്സ് നടത്തിയിട്ട് ഇത് കൃത്യമായിട്ട് ചോദിക്കാമായിരുന്നല്ലോ. അന്ന് ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? പാർട്ടി നേതാക്കളുടെ കള്ളത്തിന് പുറത്താകും എന്നതുകൊണ്ടാണോ? ആയിരിക്കാം. ഇനി മറ്റൊരു കാര്യം എന്താണ്? നിങ്ങൾ ഇത്രയും നേരം ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവർ ചർച്ച ചെയ്യുന്ന മുഖ്യമായ കാര്യം തുടർ ഭരണമാണ്. ഇതേ തുടർ ഭരണത്തെക്കുറിച്ച് പറയുന്ന പാർട്ടി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തുടർ ഭരണം പാർട്ടിയിലെ ചില അനഭിലഷണീയ പ്രവണതകൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അനഭിലഷണീയമായ പ്രവണതകൾ ഉണ്ടാക്കുകയും പാർട്ടി നേതാക്കൾ തെറ്റായ വഴിക്ക് നീങ്ങുകയും ചെയ്തത് തുടർ ഭരണത്തിലെ ന്യൂനതയാണെന്ന് പറയുമ്പോൾ എങ്കിൽ പിന്നെ പാർട്ടിയെ സംശുദ്ധമാക്കാൻ പ്രതിപക്ഷത്തിരിക്കുകയല്ലേ നല്ലത്? ഇങ്ങനെ ചിന്തിച്ച ഒരു പാർട്ടിയാണ് CPI. അതെന്നാണെന്ന് വെച്ചാൽ കാനൻ രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് 2021 തെരഞ്ഞെടുപ്പ് കാലത്ത് അന്നൊരു ചോദ്യം കാനത്തോട് ചോദിച്ച തുടർഭരണത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പറയാറായിട്ടില്ലെന്നാണ്. അത് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത് തുടർഭരണം കൊണ്ട് CPI വളർന്നില്ല. അനിൽ നമ്പ്യാർ, തുടർഭരണം കൊണ്ട് CPIയുടെ മന്ത്രിമാർ ഉള്ള നിയോജക മണ്ഡലത്തിൽ പോലും CPM ആണ് നേതൃത്വം ഏറ്റെടുത്തത്. CPIയുടെ മന്ത്രിമാരുണ്ടെങ്കിൽ പോലും ആ മണ്ഡലത്തിലെ ശക്തി CPMനായതുകൊണ്ട് CPI അവിടെ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ ഫലത്തിൽ CPI വളർന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർക്ക് തുടർഭരണം ഇഷ്ടപ്പെട്ടില്ല. സമാനമായ രീതിയിൽ ഇവിടെ വന്നില്ലെങ്കിൽ പോലും നേതാക്കൾക്കിടയിലെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പാർട്ടി ഇന്ന് അവരുടെ സംഘടനാപരമായ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ EP ജയരാജൻ്റെ പ്രവർത്തനം ഇപ്പോൾ മെച്ചപ്പെട്ടു. മിസ്റ്റർ നമ്പ്യാർ, താങ്കൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ടായെന്ന്?
LDF കൺവീനറായിരിക്കെ അദ്ദേഹം ഗോവിന്ദ മാഷ് പാർട്ടി സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ നയിച്ച ജാഥയിൽ നിന്ന് വിട്ടുനിന്നു. അതിനുശേഷം അദ്ദേഹം പ്രകാശ് ജാവദേക്കർ എന്ന BJP നേതാവുമായി കണ്ടതിൻ്റെ പേരിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റപ്പെട്ടു. അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഉന്നയിച്ചതായി വാർത്ത വന്നു. അദ്ദേഹം അതൊരു വാരികയിലൂടെ പരസ്യമായി നിഷേധിച്ചു. P. ജയരാജൻ, EP ജയരാജൻ പ്രശ്നങ്ങൾ നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. അതിനുശേഷം ADGP RSS നേതാക്കളുമായി ചർച്ച നടത്തിയത് വന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ഈ തുടർഭരണത്തിൽ സംഭവിച്ചതായിട്ട് എന്തുകൊണ്ടാണ് പാർട്ടി കരുതാതിരിക്കുന്നത്? അപ്പോൾ പാർട്ടി പുറത്തു പറയുന്നത് ഒന്നും അവരുടെ ഉള്ളിലുള്ളത് മറ്റൊന്നുമാണ്. ഇവിടെ മുഖ്യമന്ത്രിയാണ് പൊതുഭരണ വകുപ്പും ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ഈ രണ്ട് വകുപ്പിലല്ല ഇന്ന് ഏറ്റവും അധികം പ്രശ്നമുള്ളത്. ADM ആത്മഹത്യ ആയാലും ശരി, അവരുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ വനിതയ്ക്ക് പാർട്ടിയിലേക്ക് തരം താഴ്ത്തപ്പെട്ടതിന് വിധേയായ സംഭവമാണെങ്കിലും ശരി, IAS തലപ്പത്തെ പരസ്പര ഭിന്നതയാണെങ്കിലും ശരി, പോലീസ് തലപ്പത്തെ പ്രശ്നങ്ങളാണെങ്കിലും ശരി, നാട്ടിലെ റാഗിങ്, വിദ്യാർത്ഥി സംഘടന, ആത്മഹത്യകൾ ഉൾപ്പെടെയുള്ള ക്രമസമാധാന പ്രശ്നമാണെങ്കിലും ശരി, ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ? ഇനി അതുകൂടാതെ തന്നെ ക്ലിഫ് ഹൗസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും വന്നില്ലേ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതാണെന്ന് ഒരു സമ്മേളനത്തിൽ പ്രതിനിധികൾ പറഞ്ഞു എന്ന് പുറത്തു വരികയാണെങ്കിൽ നമ്മൾ കണക്കാക്കേണ്ടത് ആ സമ്മേളനത്തിൽ ഒരു പ്രതിനിധിയും കൃത്യമായും ആത്മാർത്ഥമായും സംസാരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അവർ അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ മുഹമ്മദ് റിയാസിനെ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു, പ്രതിപക്ഷം വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. എന്ത് മണ്ടത്തരമാണത്? മുഹമ്മദ് റിയാസ് മരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. മരാമത്ത് കീഴിലുള്ള റോഡുകളുടെ സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും റിയാസ് അവിടെ വിമർശിക്കപ്പെടും. G. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ റോഡുകളെ കുറിച്ച് ഒരു ഘട്ടത്തിൽ. അത് പോരാഞ്ഞിട്ട് റിയാസ് ഒരിക്കൽ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുന്നതിൽ മറ്റു മന്ത്രിമാർ മുന്നിൽ വരുന്നില്ല. അത് വാർത്തയായി വരുമ്പോൾ റിയാസ് വിമർശിക്കപ്പെടും. ഇങ്ങനെ വിമർശിക്കപ്പെടുമ്പോൾ അത് വളഞ്ഞിട്ട് ആക്രമിക്കൽ എങ്ങനെയാവും? അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി എത്രത്തോളം വളഞ്ഞിട്ട് ആക്രമിച്ചു CPM? അപ്പോൾ പാർട്ടിക്ക് വിമർശനം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇന്ന് ഗോവിന്ദ മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തി. എന്തിനാണ് മാധ്യമങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിയത്? ഗോവിന്ദ മാഷ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് എഴുതുകയാണെങ്കിലും അത് ഗവൺമെൻറ് വിരുദ്ധമായാൽ നടപടി ഉണ്ടാകും എന്ന് വെച്ചാൽ കേസെടുത്തല്ലോ. ചാനൽ ലേഖികമാർക്കെതിരെ കേസെടുത്തല്ലോ. അതുമാത്രവുമല്ല, അസംബ്ലിയിലെ ജനൻ TV ക്യാമറമാൻ ഉൾപ്പെടെ പോകാൻ പറ്റില്ല. അസംബ്ലിയിലെ ജനൻ TV അക്രഡിറ്റേഷനുള്ള ഗവൺമെൻറ് അംഗീകൃത പത്രലേഖന് നിയമസഭയിലെ വളപ്പിൽ പ്രവേശിക്കാൻ പറ്റുന്നില്ല, ഉദ്യോഗസ്ഥന്മാരെ കാണാൻ പറ്റുന്നില്ല. ഇത് ഒരു നിരോധനമല്ലേ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ആദ്യത്തേതാണ്. ഇന്നേ വരെ കേരളം ഭരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് മുഖ്യമന്ത്രിയും പത്രലേഖകരെ വിലക്കിയിട്ടില്ല, നിയമസഭാ സമ്മേളനം വിലക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് ഈ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ സമ്മേളനം നടത്തുമ്പോൾ അതിൽ എന്ത് ജനാധിപത്യമാണുള്ളത്? എന്ത് മാധ്യമ സ്വാതന്ത്ര്യമാണുള്ളത്? ഇതൊക്കെ പോട്ടെ, ഈ സമ്മേളനം നടക്കുമ്പോഴാണല്ലോ ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം ചെയ്യുന്നു. ആശാവർക്കർമാർക്ക് കൂലി കൂട്ടി കൊടുക്കണമെന്ന് ആദ്യം പറഞ്ഞത് ഇന്ന് ഈ സമ്മേളനത്തിന്റെ ഡയസിലിരിക്കുന്ന മുൻ മന്ത്രിയായ എളമരം കരീമാണ്. എളമരം കരീം ഇന്ന് പറഞ്ഞത് ആശാവർക്കർമാരെ അപഹസിക്കുന്നു, പാർട്ടിയുടെ നേതാക്കൾ അവരെ അപമാനിക്കുന്നു. ആ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാതെ ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഈ പാർട്ടി എന്ത് തൊഴിലാളി സ്നേഹമാണ് പാർട്ടിയുടെ പ്രതിനിധികളോട് പറയുന്നത്? ഏതെങ്കിലും ഒരു പ്രതിനിധി ആശാവർക്കർമാരുടെ സമരം ഈ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഉന്നയിച്ചാൽ പാർട്ടി നേതൃത്വം എന്ത് മറുപടി പറയും? അത് നല്ല മറുപടി പറഞ്ഞാൽ പോലും പുറത്ത് അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തത്ര വിമർശനമുണ്ട്. ആരുടെ? എളമരം കരീം വിമർശിച്ചിട്ടുണ്ട്, CIT സംസ്ഥാന സെക്രട്ടറിമാർ വിമർശിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി അവിടെ ഒരു കുട കൊടുത്തപ്പോൾ കുട മാത്രമല്ല കൊടുത്തത്, മറ്റെന്തോ കൂടെ കൊടുത്തു എന്ന് അപഹസിച്ച CIT നേതാവിൻ്റെ പ്രസംഗമടക്കം പുറത്തു കിടപ്പുണ്ട്. അപ്പം ഇതൊക്കെ ഉള്ളപ്പോൾ ഈ സമ്മേളനത്തിലെ പ്രതിനിധികൾ ഏത് രീതിയിലാണ് ശ്രീ അനിൽ നമ്പ്യാർ ഈ പാർട്ടിയെക്കുറിച്ച് നല്ലത് പറയാം? അപ്പം നമ്മൾ എന്താണ് കണക്കാക്കേണ്ടത്? ഈ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വേണ്ടി പാർട്ടി ചില പ്രതിനിധികളെ തിരഞ്ഞെടുക്കും. ആ പ്രതിനിധികൾക്ക് ചിട്ടയായ അറിവുണ്ടാവും. എന്ത്? ഞങ്ങൾ ഇന്ന രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് പുറത്തേക്കുള്ള വഴി തുറന്നു കിട്ടും. കടക്ക് പുറത്ത് എന്നുള്ള ആ ഒരു വാക്കിൻ്റെ ശൗര്യം അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്.
അപ്പൊ അതുകൊണ്ട് അവരെന്ത് പറയും? മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം നല്ലതാണ്, മറ്റുള്ളവരുടെ പ്രവർത്തനം മോശമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം നല്ലതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ക്യാബിനറ്റിന്റെ പ്രവർത്തനം നല്ലതാണെന്നാണ്. മുഖ്യമന്ത്രിയാണല്ലോ ക്യാബിനറ്റിന്റെ നായകൻ. അപ്പൊ ഒരു മുഖ്യമന്ത്രി രാജിവെച്ചാൽ ക്യാബിനറ്റ് രാജിവെക്കപ്പെടും. ഒരു മുഖ്യമന്ത്രി വിമർശന വിധേയനായാൽ ക്യാബിനറ്റ് വിമർശിക്കപ്പെടും. പക്ഷേ മുഖ്യമന്ത്രി നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു, മന്ത്രിമാർ ഉയരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ള? അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നു, പക്ഷേ മന്ത്രിമാരെ പുകഴ്ത്തുന്നില്ല. മിടുക്കനായ ഒരു പ്രതിനിധിയാണെങ്കിൽ മന്ത്രിമാരെ രൂക്ഷമായി വിമർശിക്കുകയും മുഖ്യമന്ത്രിയെ അകമഴിഞ്ഞ് പ്രശംസിക്കുകയും ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ മാത്രമേ ഇവർക്ക് അവിടെ പരിഹസിക്കാൻ കഴിയുള്ളൂ. കാരണം ഈ ഒരു മാസം മുമ്പ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സമ്മേളനം നടക്കുമ്പോൾ ഫിനിക്സ് പക്ഷി എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രിയെ വാഴ്ത്തി ഒരു പാട്ട് പാടിയപ്പോൾ വാർത്താലേഖകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഇങ്ങനെ വാഴ്ത്തുന്നത് കമ്മ്യൂണിസ്റ്റ് ശൈലിയാണോ എന്ന് ചോദിച്ചപ്പോൾ ആരെങ്കിലും നല്ല രണ്ട് വാക്ക് പറയുന്നതിൽ നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര എതിർപ്പെന്ന് ചോദിച്ചൊരു മുഖ്യമന്ത്രിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത്, വാഴ്ത്തുപാട്ടുകാരുടെ കാലത്ത് CPM സമ്മേളനം ചേരുമ്പോൾ അത് 4-5 ദിവസം ഒരു ഹാളിൽ ചേർന്നിരുന്ന് പരസ്പരം സംസാരിച്ച് പിരിയുക എന്നുള്ള കവിഞ്ഞൊന്നുമില്ല. G. സുധാകരൻ എഴുതിയ കവിതയാണ് ഈ സമ്മേളനത്തിനൊപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ കവിത G. സുധാകരൻ എഴുതുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, മുൻ മന്ത്രിയായിരുന്ന, സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന, പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന കേരളത്തിലെ സമുന്നതനായ ഒരു G. സുധാകരൻ ഇന്നും CPMന്റെ നേതാവാണ് എന്നുള്ളതാണ്. ഇത്രയും ഒക്കെ പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയേണ്ടതുണ്ട്. അതായത് സംഘടനാപരമായ കാര്യത്തിൽ പാർട്ടിക്ക് ഇന്നും ഒരു കെട്ടുറപ്പോടെ നേതൃതലത്തിൽ കെട്ടുറപ്പുണ്ടെന്ന് കാണിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കാണിച്ചുകൊണ്ട് പാർട്ടിക്ക് പുറമേക്ക് വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാം. പക്ഷെ അടിസ്ഥാന വർഗത്തിൽ വിഭാഗീയത വന്നു എന്ന് പാർട്ടി കണ്ടെത്തിയാൽ അതിൻ്റെ അർത്ഥം അത് പരിഹരിക്കാൻ പാർട്ടിക്ക് ബുദ്ധിമുട്ടാണ്. എന്താണ് പാർട്ടി പറഞ്ഞത്? പാർട്ടി കേന്ദ്രത്തിലുള്ള നേതാക്കൾ ചെല്ലണമെന്ന്. എങ്ങനെ ചെല്ലാൻ പറ്റും? മാർച്ച് നടത്തുകയാണ് ഏരിയ കമ്മിറ്റി ആഫീസിലേക്ക്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ആഫീസിലേക്ക് CPMന്റെ പ്രവർത്തകർ മാർച്ച് നടത്തിയപ്പോൾ അവരെ തടഞ്ഞത് നേതാക്കളല്ല. അവരെ തടയാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പൊളിറ്റ് ബ്യൂറോ അംഗമായ മുഖ്യമന്ത്രി നിരത്തി നിർത്തിയത് പോലീസുകാരെയാണ്. പാർട്ടി നേതാക്കളെ പാർട്ടി ഓഫീസിലേക്ക് വരുമ്പോൾ പോലീസുകാരെ കൊണ്ട് തടഞ്ഞ ഒരു പാർട്ടിക്ക് പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇത്രയും കാലം 8 വർഷം ഭരിക്കുകയാണ്. ഏതാണ് ഇത്രയും കാലം ഭരിച്ചിട്ട് CPMന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി, ഒരു അഭിമാന പദ്ധതി, ഒരു കൊടിയടയാള പദ്ധതി ഏതാണ് CPMന്റെ, ഈ ഗവൺമെന്റിന്റെ? ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല. UDFന്റെ കാലത്ത് കൊണ്ടുവന്ന വിഴിഞ്ഞമാണെങ്കിലും സ്മാർട്ട് സിറ്റി ആണെങ്കിലും എല്ലാം ഇപ്പൊ പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങളുമാണ്. അത് UDFന്റെ കാലത്ത് ഇവരെ എതിർത്ത് TP ശ്രീനിവാസനെ തല്ലി നിലത്തിട്ട കഥയൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണുള്ളത്? അതുമില്ല. ഇനി അതൊക്കെ പോട്ടെ, പാർട്ടി ജനകീയ ഗവൺമെന്റ് എന്നാണല്ലോ പറയുന്നത്. ജനങ്ങൾക്ക് മുമ്പിൽ കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. അതിലൊരു സുപ്രധാനമായ വാഗ്ദാനം ക്ഷേമ പെൻഷൻ ഈ കഴിഞ്ഞ ബജറ്റിൽ 2500 രൂപയാക്കുമെന്നായിരുന്നു. അതാക്കിയില്ലല്ലോ. എന്തുകൊണ്ടാക്കാൻ പറ്റിയില്ല? അപ്പം ധനസ്ഥിതി മോശമാണ്. സാമ്പത്തികമായി കേരളം തളർന്നിരിക്കുന്നൊരവസ്ഥയിൽ കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി പോയിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ടു. അപ്പം നിർമ്മല സീതാരാമൻ അദ്ദേഹം പറഞ്ഞു, ആശാ വർക്കർമാർക്ക് കൊടുക്കാനുള്ള ഓണറേറിയത്തിന് പണം തരണം. അപ്പം നിർമ്മല സീതാരാമൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്ന് കേൾക്കുന്നു, കണക്ക് കൊണ്ടുവരൂ, കണക്ക് കൊണ്ടുവന്നാൽ തരാം. അപ്പോൾ നാളെയോ മറ്റന്നാളോ സമ്മേളനം കഴിഞ്ഞാൽ മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിയെ കാണാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് 2 ആഴ്ച മുമ്പ് കൊണ്ടുപോകാതിരുന്നത്? 2 ആഴ്ച മുമ്പ് കേരളത്തിലെ കേന്ദ്രമന്ത്രിമാരെയും കൂടെ കൂട്ടി വിളിച്ചുകൊണ്ട് പോയിട്ട് കേന്ദ്രത്തോട് പറഞ്ഞൂടെ? അതിലൊരു തെറ്റും കാണാൻ പറ്റില്ല. UPA ഭരിക്കുന്ന കാലത്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ അഭിമാന ഈഗോ കൊണ്ട് നടന്നു. എന്നിട്ട് ഇപ്പോൾ നിർമ്മല സീതാരാമനെ കാണാൻ പോയി കാണട്ടെ, ആ പാവങ്ങൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ തീരുമാനം എടുക്കാൻ കഴിയട്ടെ എന്നുള്ളത് മറ്റൊരു കാര്യമുണ്ട്. പക്ഷേ അപ്പോൾ ഇവിടെ പ്രശ്നം ഉദിക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിക്ക് പണം കൂട്ടിക്കൊടുക്കാൻ, യാത്രാബത്ത കൂട്ടിക്കൊടുക്കാൻ ഈ പാർട്ടി ഈ ഗവൺമെൻറ് തീരുമാനിച്ചത് അവിടെ ചോദ്യം ചെയ്യപ്പെടണ്ടേ? ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ.